ഈ മനുഷ്യായുസിന്റെ ജീവിതത്തിന്റെ ഇടയിൽ അള്ളാഹു ചിലർക്കൊരു തൗഫീഖ് നൽകും. അവരുടെ പ്രത്യേകത ശറഫൽ ഉമരി, അവർ ആയുസിന്റെ വില മനസ്സിലാക്കുന്നവരാണ്. വമഅരിഫത ഖദ്രിൻ, അവന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള യഥാർത്ഥ രൂപത്തിലുള്ള അറിവ് നേടിയവരാണ്. വഔഖാതിൽ ആഫിയ, ജീവിതത്തിൽ ആഫിയത്തിന്റെ വില എന്താണ്, സമയത്തിന്റെ വില എന്താന്ന് ബോധ്യപ്പെട്ട ചിലരുണ്ട്. അതെല്ലാവർക്കും അല്ലാഹു ആ തൗഫീഖ് കൊടുക്കൂല. വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അദീം, വമ്പിച്ച സൗഭാഗ്യവാന്മാർക്കല്ലാതെ ആ ഭാഗ്യം കിട്ടൂല. ഖുർആനിലെ ഒരു ആയത്തെടുത്തതിന്റെ ഭാഗം ചേർത്ത് ആ ഖൗൽ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. മഹാഭാഗ്യവാന്മാരാണ്. അള്ളാഹു നൽകിയ ജീവിതം എന്തിനാണ്, എൻ്റെ ആയുസ് എന്തിനാണ്, എൻ്റെ ആരോഗ്യം എന്തിനാണ്, എൻ്റെ അറിവെന്തിനാണ്, എൻ്റെ കഴിവെന്തിനാണ് എന്ന് കിട്ടിയ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വാല്യൂ, അതിൻ്റെ മൂല്യം കണക്കിലാക്കി അതിനെ ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായി മാറണം. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബ് ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വഹാബിമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന വലിയ ചിന്തകൾ അവിടുന്ന് പങ്കുവെക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഉപദേശം നൽകുകയാണ്. ആ ഉപദേശം നൽകുമ്പോൾ തന്നെ ദറഫത്തിൽ ഉയൂൻ, കണ്ണിങ്ങനെ നിറഞ്ഞ് വെള്ളമൊഴുകുന്നുണ്ട്. എന്തിനാ? ആരും മരിച്ചിട്ടൊന്നുമില്ല. ആ ഉപദേശം നൽകുമ്പോൾ കണ്ണുനീര് നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ ഹൃദയം നടുങ്ങിയിട്ടുണ്ട്. നിബിതങ്ങൾ ഒരു വിടവാങ്ങുന്ന അവസാനത്തെ ഉപദേശം നൽകുകയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, തറക്തുക്കും അലൽ ബൈദാ, ഞാൻ നിങ്ങൾക്ക് തെളിഞ്ഞ നല്ല വെളുത്ത നിറത്തിലുള്ളതുപോലെ ഒരു മാർഗം നിങ്ങൾക്ക് കാണിച്ച് വെട്ടിത്തെളിച്ച് തന്നിട്ടുണ്ട്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പകല് പോലെ ശോഭയുള്ളതാണ്, തിളങ്ങുന്നതാണ്. സംശയങ്ങളില്ലാതെ യാതൊരു വക്രതയുമില്ലാതെ തെളിഞ്ഞ ഒരു ഹിദായത്തിന്റെ മാർഗം നിങ്ങൾക്ക് ഞാൻ തന്നു ഏൽപ്പിക്കുകയാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലികുൻ, നശിച്ചവനല്ലാതെ ഈ ഹിദായത്തിന്റെ മാർഗത്തുനിന്ന് തെറ്റിപ്പോവുകയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ഹിദായത്തിന്റെ മാർഗത്തുനിന്ന് എന്റെ കാലശേഷം നശിച്ചവനല്ലാതെ പിഴച്ചു പോവുകയില്ല. പ്രവാചകന്റെ കൂടെ ജീവിച്ചിരുന്ന ആ സ്വഹാബത്തിന്റെ പ്രത്യേകത, അവർ ഹുദയിലായിരുന്നു, സന്മാർഗത്തിലാണ്, അതിൽ ഉറച്ചു നിന്നോ, ചാഞ്ചാട്ടല്ല. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. അള്ളാഹ് നമുക്ക് നൽകുന്ന ഹിദായത്തിന്റെ എത്ര മഹത്വത്തെ ആലോചിച്ച് നോക്കി. മുൻകടന്ന് വന്ന മുഹാജിരീങ്ങള്, അൻസാരികള്, അവരെ പിൻപറ്റി ജീവിച്ച താബിഈങ്ങളൊക്കെ നന്മയിലാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹിന്റെ ഖുർആൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവരാണ്, അള്ളാഹു അവരെ ഇഷ്ടപ്പെട്ടവരാണ്. ജീവിതത്തിന്റെ ആശയത്തെ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ ബോധ്യപ്പെട്ട് അതിൽ ഉറച്ച് ജീവിച്ചവരാണ്. പ്രവാചകൻ സമ്മതിക്കുകയാണ്, ഖൈറുന്നാസി ഖർനീ, എന്റെ കൂടെ ജീവിച്ച എന്റെ ഈ തലമുറയാണ് ഏറ്റവും ഉത്തമരായ തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ അടുത്ത തലമുറ. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത തലമുറ. ആദ്യത്തെ 3 നൂറ്റാണ്ട് ഇവർ നല്ലവരാണ്, അവർ ഹിദായത്തിലാണ്, അവർ സത്യത്തിലാണ്, അവർ നന്മയിലാണെന്ന് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ്. അതിനേക്കാൾ മഹത്വം നമ്മുടെ നാട്ടിൽ ആർക്കും പറയാനില്ല. എത്ര പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞാലും, പേര് എന്ത് പേരിട്ടാലും ശരി, എത്ര വലിയ ബിരുദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഉടമകൾ അവരാവുകയില്ല. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഫഇൻ ആമനൂ, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, അവരൊക്കെ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, നിങ്ങളും സന്മാർഗം പ്രാപിക്കുന്നവരാണ്. നമ്മൾ 17 തവണ പടച്ചവനോട് ചോദിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ ചൊവ്വായ മാർഗത്തിലാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണത്.
അതാകണമെങ്കിൽ ഈ മുൻപ് കടന്നു വന്ന മാതൃകയുള്ള മഹാരഥന്മാരായ അവരുടെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില നേതാക്കന്മാരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ചിലരൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി, അവര് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് ഇസ്ലാമിന് ഭയങ്കര നേട്ടമാണ്, അവര് ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് നബിക്ക് ഭയങ്കര നേട്ടമാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അവർ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് അവർക്കാണ് നേട്ടം. ഇവിടെ ഇസ്ലാമിനൊന്നും വരില്ല, അള്ളാഹ്ക്കൊന്നും സംഭവിക്കില്ല. നമ്മൾ ഹിദായത്തിലായി ജീവിച്ചാൽ അതിന്റെ ഗുണം നമുക്കാണ്, അത് അള്ളയാണ് നമുക്ക് തരുന്നത്. നമ്മുടെ ആരുടെയും ഗുണമൊന്നുമല്ല, പടച്ചോനാണ് നമ്മുടെ മനസ്സിൽ ഇത് തന്നത്. യമുന്നൂന അലൈക അൻ അസ്ലമു സൂറത്തുൽ ഹുജറാത്തിൽ ആയത്ത്, ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. അല്ലാഹു നിങ്ങളെ സന്മാർഗത്തിലാക്കി എന്നത് അല്ലാഹ് നിങ്ങളോട് ചെയ്തൊരു അനുഗ്രഹമാണ്. നിങ്ങൾ വലിയ ഗുണം, നിങ്ങൾ വലിയ ക്വാളിറ്റി ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഹുജറാത്തിന്റെ ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഇരുന്ന് ഒരു 10 മിനിറ്റ് ചിന്തിച്ചു നോക്കി നിങ്ങൾ. പടച്ചറപ്പിന്റെ ഹിദായത്തിന്റെ മാർഗം എല്ലാവർക്കും കിട്ടിയിട്ടില്ല. മഹാരഥന്മാരായ പ്രവാചകന്മാരുടെ വീട്ടിൽ ഒരുമിച്ച് കൂടെ തന്റെ ജീവിതം പങ്കുവച്ച സഖിമാരായ ഭാര്യമാർക്ക് ഹിദായത്ത് കിട്ടാതെ പോയിട്ടില്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകാവകാശിയാണ്. ഖുർആൻ. ഇബ്ൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഹിദായത്ത് കിട്ടാത്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ നരകാവകാശിയാണെന്ന് ഖുർആൻ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പിതാവ് നരകാഗ്നിയിലാണെന്ന് അള്ളാന്റെ ഖുർആനിന്റെ പ്രവാചകന്റെ പ്രമാണങ്ങളെ വിശദീകരിച്ച് കാണാം. എന്തേ? അബൂ ത്വാലിബ് എന്ന മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ, നബി ഏറ്റവും സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ആ മരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീർ പൊഴിച്ചു. അവസാന നിമിഷത്തിലും ചെന്ന് ഈ ഹുദയിലേക്ക്, ഈ സന്മാർഗത്തിലേക്ക് വിളിച്ച് ക്ഷണിച്ച് അങ്ങനെ കരഞ്ഞുപോയി നബിതങ്ങൾ. ആ മരണം കണ്ടിട്ട് അദ്ദേഹം ഹിദായത്തിലായില്ലല്ലോ. ചിന്തിക്കുക, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ ഹിദായത്തിന്റെ മാർഗത്തിലാണോ ഉള്ളത് എന്ന് നല്ലവണ്ണം ആലോചിക്കണം. വേറെ ചില മനുഷ്യന്മാരെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ നല്ല മനുഷ്യരായിരുന്നു, പിന്നീട് സത്യം വലിച്ചെറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങി. ഏത് മനുഷ്യനും എപ്പ വേണമെങ്കിലും നശിക്കാം. ഇന്ന് കാണുന്ന പോലെ നമ്മളെ കണ്ണുകൊള്ളുന്നില്ല. അബ്ദുല്ലാഹിബ്നു അബിസ്റഹ സ്വഹാബിമാരുടെ കൂടെ ജീവിച്ച മുസ്ലിമായിരുന്നു, പിന്നെ ഇസ്ലാമിനെതിരെ വാളെടുക്കുന്നയാളായി മാറി. അതേപോലെ തന്നെ മുസൈലിമ എന്നറിയപ്പെടുന്നയാൾ സ്വഹാബത്തിന്റെ കൂടെ ജീവിച്ച് നബിന്റെ അനുയായിയായി കുറച്ചു കാലം ജീവിച്ചയാളാണ്. പിന്നെ പിടുത്തം വിട്ടു. പിന്നെ ഞാൻ നബിയാണ് എന്ന് വാദിച്ച് രംഗത്ത് വന്നു മുസൈലിമത്തുൽ കദ്ദാബ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം സ്വഹാബത്തിന്റെ കൂടെ കർമ്മനിരതനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പിന്നീട് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വന്ന ആളാണ്. ഏത് മനുഷ്യനും ഏത് ഘട്ടത്തിലും ഇവിടുന്ന് പടിയിറങ്ങും. നല്ലോണം മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിൽ, നമ്മുടെ കൂടെ പ്രസ്ഥാന രംഗത്ത്, ഇബാദത്ത് രംഗത്ത് സജീവമാകുന്ന പലരെയും പിന്നീട് പള്ളിയിൽ പോലും കാണില്ല. നമ്മുടെ കൂടെ ആത്മാർത്ഥമായി എല്ലാ ദീനീ രംഗത്തും ഉണ്ടായിരുന്നവർ പിന്നീട് ഒന്നിനും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന് ഭയപ്പാടോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ എന്ന 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെയും 9-ാമത്തെയും ആയത്ത് കാണാതെ പഠിച്ചു വെച്ചോ. 2 പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കല്ല റബ്ബേ. ഞങ്ങളൊരു ഈമാനിലും ഹിദായത്തിലും ഉറപ്പിക്കണം പടച്ച റബ്ബേ. പ്രാർത്ഥിക്കണം നമ്മൾ. ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് സന്മാർഗം നൽകിയതിന് ശേഷം.
എന്നിട്ട് ഞങ്ങളെ പിഴപ്പിക്കല്ലേ. വഹബ്ലനാ മിൻ ലദുൻക റഹ്മ, അങ്ങേയറ്റത്തെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. ഇന്നക അൻതൽ വഹാബ്, നീ വഹാബായവനാണ് പടച്ച റബ്ബേ. എൻ്റെ കൽബിന് സത്യം കാണിച്ച് തന്നതിന് ശേഷം ഇതൊന്ന് ഞങ്ങളെ പിറകോട്ട് വലിക്കല്ല റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീ, സംശയമില്ല ഒരു ദിവസം വരാനുണ്ട്, പരലോകമെന്ന ഒരു ദിവസം വരാനുണ്ട്, സംശയമില്ല. ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്, അല്ലാഹു വാഗ്ദാനം ചെയ്താൽ ലംഘിക്കാത്തവനാണ്. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആൻ എടുത്ത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ആര്? ഹിദായത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരു. ആദ്യമായി വഹി കിട്ടിയിട്ട് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ, അല്ലാഹുവേ എനിക്ക് ഹുദ നൽകണേ റബ്ബേ, എന്നെ തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ധാരാളമായി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ ഇളക്കി മറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ കൽബുകളെ സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഈ ദീനിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ലിസ്റ്റിലാണ് എണ്ണിയത്. ഈ ഹൃദയത്തെ, ഈ ഈമാനിനെ ഉറപ്പിച്ചു കിട്ടാൻ അപ്പൊ നമ്മൾ എത്രമാത്രം കഠിനാധ്വാനികളാവണം. അതുകൊണ്ട് ഒരു നാട്ടിൽ സത്യത്തിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ സ്ഥിരത നേടിക്കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ, അഖാമുസ്സലാ, അവർ നമസ്കാരം കൃത്യമായി നിലനിർത്തണം. വആതൗസ് സകാ, സകാത്ത് സമയബന്ധിതമായി കൊടുക്കണം. വഅമറൂ ബിൽ മഅറൂഫ്, ജനങ്ങളോട് ഈ സന്മാർഗത്തിന്റെ കാര്യങ്ങൾ നന്മ പഠിപ്പിച്ചു കൊടുക്കണം. വനഹൗ അനിൽ മുൻകർ, ജനങ്ങളിൽ തെറ്റുകൾ കാണുമ്പോ, തോന്നിവാസങ്ങൾ കാണുമ്പോ, അശ്ലീലതകളും ആഭാസങ്ങളും നാട്ടിൽ പെരുകുമ്പോ നീ അവരുടെ കൂടെയാകാൻ പാടില്ല. വനഹൗ അനിൽ മുൻകരി, തെറ്റ് തടുക്കുന്നവനായി നീ മാറണം. കുടുംബത്തില്, നാട്ടില് തെറ്റുകളുടെ, തിന്മകളുടെ ആധിക്യം കാണുമ്പോൾ നീ അവന്റെ കൂടെ ആകല്ല, നീ അവർക്കെതിരാകണം. നീ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, ആരും കൂടെ ഉണ്ടാവില്ല. ചിലപ്പോ വീട്ടുകാർ ചോദിക്കും, ചെയ്യുന്നവർ ചെയ്തോട്ടെ, നീ എന്തിന് തടുക്കാൻ പോകണം? ബനൂ ഇസ്രായേലുകാർ ചോദിച്ച പോലെ, മീൻ പിടിക്കണവര് പിടിച്ചോട്ടെ, പിടിക്കാത്തവര് പിടിക്കണ്ട, നീ എന്തിനാ ഉപദേശിക്കാൻ പോണത്? അള്ളാഹ് വേണമെങ്കിൽ ശിക്ഷിച്ചോട്ടെ. നാളെ റബ്ബിന്റെ കോടതിയില്ലേ ഞങ്ങൾക്ക് ഉദ്ർ പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പറയാനേ പറ്റും, അത് പറഞ്ഞിട്ടുണ്ട്. മഹാരഥന്മാരായ ഉലമാക്കന്മാര് നമ്മളെ പഠിപ്പിക്കാണ്, സത്യം ജനങ്ങളോട് ഹുദയിലേക്ക്, നന്മയിലേക്ക് ക്ഷണിക്കുക എന്ന പണി ആരാ ചെയ്യേണ്ടത്? അമ്പിയാക്കന്മാര് മാത്രാണോ? മഹാരഥന്മാരായ പ്രവാചകന്മാർക്ക് മാത്രമുള്ള പണിയാണോ? മൗലവിമാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കുള്ള പണിയാണോ? ഇമാമിയങ്ങൾക്കും പ്രാസ്ഥാനിക പ്രവർത്തകന്മാർക്കും ഭാരവാഹികൾക്കുള്ള പണിയാണോ? സംശയമുള്ളവരുടെ നെഞ്ചത്തേക്ക് വെക്കുന്നൊരു വാക്ക് മജ്മുഉൽ ഫതാവയിൽ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുകയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ഇന്നത്തെ പോലെയല്ല, 1990 കാലഘട്ടങ്ങളിലാണ്. സോഷ്യൽ മീഡിയ വല്ലാതെ രംഗത്ത് വന്നിട്ടില്ല, ലിബറലിസ്റ്റുകൾ പുറത്തു ചാടിയിട്ടില്ല, നിരീശ്വരവാദികൾ ഫണം വിടർത്തി വരാത്തൊരു കാലത്ത് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയാണ്, ഫഇൻദ ഖില്ലത്തി ദുആത്ത്, പ്രബോധകന്മാര് വളരെ കുറഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ കുറവുള്ള ഒരു നാട്. തിന്മകളാണെങ്കിൽ എണ്ണം കൂടിക്കൂടി വരികയാണ്. അറിവില്ലായ്മ, അവിവേകം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ പോലെ. എന്നത്തെ 1990 കാലഘട്ടങ്ങളിലെ അവിടുന്ന് എത്ര മാറി നമ്മുടെ നാട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യണം എല്ലാവരും. ഫർളു ഐനാണ്.
ഓരോ വ്യക്തിയും ചെയ്യൽ നിർബന്ധമാണ്. അലാ കുല്ലി വാഹിദിൻ ബിഹസ്ബി താഖതിഹി. അവനവനെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ചിലപ്പോൾ ഒരു ലഘുലേഖ എടുത്തിട്ട് ഒരാൾക്ക് കൊണ്ടേ കൊടുക്കലായിരിക്കും, ചിലപ്പോൾ ഫോൺ വിളിച്ച് സംസാരിക്കലായിരിക്കും, ചിലപ്പോൾ വീഡിയോ ഷെയർ ചെയ്യലായിരിക്കും. എന്താണോ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെ നന്മ, ആ വ്യക്തിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യൽ അവന് ഈ കാലഘട്ടത്തിൽ ഫർളു ഐനിൻ നിർബന്ധമാണ്. അതൊക്കെ ചെയ്യണോല് ചെയ്തോട്ടെ, ആരെങ്കിലും നടന്നോട്ടെ, ഞാൻ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നതെന്ന് ചോദിക്കുന്ന വിവേകമില്ലാത്തവരായി നമ്മൾ മാറാൻ പാടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഒറ്റക്കായി മാറി മാറി നിൽക്കുന്നതിന് പകരം സംഘടിതമായി ജമാഅത്തായി പ്രവർത്തിക്കാൻ ശ്രമിച്ചോ. അലൈക്കും ബിൽ ജമാഅത്തി. നിങ്ങൾ സംഘമായി, ഐക്യത്തോടെ സംഘമായി പ്രവർത്തിക്കുക. വഇയ്യാകും വൽ ഫുർഖതി. ഭിന്നിച്ച് നിൽക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. എല്ലാ നാട്ടിലും ഉണ്ടാവും, ചിലരെങ്കിലും ഉണ്ടാവും അവർ മഹല്ലിന്റെ പൊതു നന്മകൾക്ക് എതിരായിരിക്കും. ദഅവാ പ്രവർത്തനങ്ങളുടെ നല്ല അടിസ്ഥാന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും, പരമാവധി നന്മകളിൽ സൂക്ഷ്മത കാണിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വേറിട്ട് നിൽക്കും. അതൊന്നും ശരിയല്ല, അവരൊന്നും ശരിയല്ല, ആരും ശരിയല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റക്ക് നിൽക്കുക. നബിതങ്ങളാണ് പഠിപ്പിക്കുന്നത്. തഖ്വ കൊണ്ട് എത്രയോ മുന്നിട്ട് നിൽക്കുന്ന നബിയാണ് പറയുന്നത്, നിങ്ങൾ ഒറ്റക്ക് മാറി നിൽക്കുന്നതിനെ സൂക്ഷിക്കണം. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദി. ഒറ്റക്ക് മാറി നിൽക്കുന്നവന്റെ കൂടെയാണ് പിശാചുള്ളത്. അവൻ നാളെ വന്ന് വേറെ പലതും വിളിച്ചു പറയാൻ തുടങ്ങും. അവൻ സമൂഹത്തിൽ ഒറ്റക്ക് നിന്നതിന്റെ ഭാഗമായി പിശാച് അവനെ കൊണ്ട് പല വേണ്ടാത്ത ആശയ ചിന്താഗതികളുമായി ദീന് വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുകയാണ്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നന്മകളായ എന്തെല്ലാം അവസരങ്ങളുണ്ടോ അതിന്റെ കൂടെ ഉണ്ടാവണം. തആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. തആവനൂ, നിങ്ങൾ സഹകരിക്കണം, മാറി നിൽക്കരുത്. എന്തിനോട്? അലൽ ബിർരി, പുണ്യങ്ങളോട്, വത്തഖ്വാ, ഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങളോട് സഹകരിച്ചു കൊടുക്കണം. ആരെക്കോട്ടെ. വലാ തആവനൂ, നിങ്ങൾ ഒരു കാരണവശാലും സഹകരിക്കരുത്. അയാൾ എന്ത് വിചാരിക്കും, ബാപ്പ എന്ത് വിചാരിക്കും, മഹല്ലുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും തോന്നരുത്. വലാ തആവനൂ, സഹകരിക്കരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപങ്ങളോട്, തിന്മകളോട്, അതിക്രമങ്ങളോട് ഒരു കാരണവശാലും സന്ധി ഉണ്ടാവരുത്. ഇതൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ സന്മാർഗത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി അമ്പിയാക്കന്മാരുടെ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. ഈ മഹാപുണ്യവാളന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തി ജീവിതത്തെ ഏറ്റവും സേഫായ ലോകത്തേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ്.